ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അബി ചന്തുമോൾക്ക് ചോറ് വാരി കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നു ഉറഞ്ഞു തുള്ളിക്കൊണ്ട്. നീ എന്താടായി കാണിക്കുന്നേ? നീ എന്തിനാടായി കൊച്ചിന് ചോറ് വാരി കൊടുക്കുന്നത്? ഈ കൊച്ചിൻ്റെ അച്ഛൻ നീയാണോടാന്ന് ചോദിച്ചു. അപ്പോൾ അല്ല എന്ന് ചന്തുമോള്. അപ്പോൾ എന്തല്ലാന്ന് നവ്യ ചോദിക്കുമ്പം അച്ഛനൊന്നും അല്ല എന്ന് ചന്തുമോള് നവ്യോട് പറയും. അപ്പോൾ അച്ഛനല്ല എന്ന് അറിയാം, അച്ഛനെ ഒന്നും അറിയാത്തതുപോലെ മാന്യനായിട്ട് നടക്കല്ലേ എന്നൊക്കെ നവ്യ ഇങ്ങനെ ഇരുന്ന് അന്നേരം കൊച്ചിനോട് പറയാം കേട്ടോ. എടാ, ഇവൾക്ക് ഭക്ഷണം വാരി കൊടുക്കേണ്ടത് ഇവളുടെ സ്വന്തം അച്ഛൻ, അല്ലാണ്ട് നീയല്ല എന്ന് നവ്യ പറയുമ്പോൾ അമ്മായി പറഞ്ഞു ഭക്ഷണം കൊടുക്കാനെന്ന് അബി. എടാ, അമ്മായി പറയേണ്ടത് അവരുടെ മോൻ്റെ അടുത്തല്ല, അല്ലാണ്ട് നിൻ്റെ അടുത്താണോ എന്ന് നവ്യ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചന്തുമോൾ പേടിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഭക്ഷണം വാരി കൊടുക്കാനും മാത്രം നീ ഇവളുമായിട്ട് എന്ത് ബന്ധമാടാ ഉള്ളതെന്നൊക്കെയാണ് നവ്യ ചോദിക്കുന്നത്. അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇത് നിൻ്റെ കുഞ്ഞാണെന്ന്. സ്വന്തം മോനെ വെള്ള പൂശണമല്ലോ അവർക്ക്, അതിനു വേണ്ടി അവർ അതല്ല അതിനപ്പുറം വേണമെങ്കിലും പറയും. എൻ്റെ അനിയത്തി ഒരുത്തിയുണ്ട്, ആ വെള്ളവും അങ്ങനെ തന്നെയേ പറയൂ. അവർ മാത്രമല്ല, നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും വരെ നിൻ്റെ മേലെ പഴിചാരി ആദർശനെ പരിശുദ്ധനാക്കാൻ നോക്കുമെന്നൊക്കെ നവ്യ ഇങ്ങനെ നിന്ന് പറയുക. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ നവ്യേ, പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമല്ലേടി, നമുക്കിതൊക്കെ അങ്ങോട്ട് സഹിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് മോശമാണെന്നാടാ നീ പറയുന്നേ? ഇപ്പം നമുക്ക് ഒരു മോശവും ഇല്ല, നമ്മൾ ഒരുമാതിരി പച്ച പിടിച്ച് വരിക. പിന്നെ എവിടെ മോശം എന്ന് നീ പറയുന്നേ? ഈ സമയത്ത് നീ നോക്കേണ്ടതേ എൻ്റെ കാര്യങ്ങളാ, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളാ. അവിടെ നീ എന്താ ചെയ്യുന്നേ? നീ എപ്പോഴെങ്കിലും അനന്തപോനെ ഇതുപോലെ ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോടാന്ന് ചോദിച്ചു. അയ്യോ, നീ ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ കൊടുക്കാറുണ്ടേ. ഞാൻ ഉള്ളപ്പോൾ കൊടുത്ത നിനക്കെന്താ ആകാശം ഇടിഞ്ഞു എല്ലാം വീഴുവോ? എടാ, ഞാൻ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ കുഞ്ഞിന് നീ ഫുഡ് കൊടുക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണേണ്ടത്, അല്ലാതെ ഇവൾക്ക് കൊടുക്കുന്നതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞാണ് നവ്യയുടെ ദേഷ്യം. അപ്പോൾ ചന്തമോൾ പേടിച്ചിങ്ങനെ ഇരിക്കും. എഴുന്നേറ്റ് പോടി എന്ന് പറഞ്ഞ കൊച്ചിനെ പറഞ്ഞു വിടുമ്പോൾ നവ്യ അങ്ങനെയൊന്നും പറയല്ലോ, കൊച്ചു കുഞ്ഞല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ നവ്യ അവയുടെ നേരെ ചെല്ലുക. കൊച്ചു പേടിച്ചിറങ്ങിപ്പോയി. അപ്പോൾ നീ അവൾക്ക് വാരി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾക്ക് സ്വന്തമായിട്ട് എടുത്ത് വാരി കഴിക്കാനുള്ള പ്രായമൊക്കെ ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ പറയാം. ഇനി അത് നീ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ പറയണു. ഭർത്താവിന് ചെലവിന് തരുന്നതേ എനിക്കത്ര കുറച്ചിലുള്ള കാര്യമൊന്നുമല്ല, ഞാൻ നിനക്ക് ചെലവിന് തരാം, എന്നാലും നീ നിൻ്റെ അമ്മായിയും ഏട്ടനും പറയുന്നത് ദൈവത്തെ ഓർത്ത് കേൾക്കരുത്, കേട്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നവ്യ അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ അഭി അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നവ്യയുടെ ആർട്ട് ഷോയിൽ ആടിൻ്റെ പരസ്യം മുത്തശ്ശനും ആദർശമൊക്കെ കൂടെ കാണും കേട്ടോ. അതുപോലെ ബാക്കി എല്ലാവരും ഇരുന്ന് കാണുന്നുണ്ട്. നവ്യ ഭയങ്കരമായിട്ട് നിറഞ്ഞങ്ങ് അഭിനയിക്കുക. ഇത് കാണുമ്പോൾ മുത്തശ്ശിന് രക്തം തിളച്ചും വരുന്നുണ്ട്, അതുപോലെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും. അപ്പോൾ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യം, കാരണം കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് നവ്യ പോയി നിന്നിങ്ങനെ അഭിനയിക്കുകയല്ലേ, അത് ഓഫ് ചെയ്തേക്കാൻ പറഞ്ഞു മുത്തശ്ശൻ. അപ്പോൾ അവളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലച്ചാ, അഭി ചെയ്ത തെറ്റിൻ്റെ ആഴം അറിയാതെയാണ് അവൾ ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് മുത്തശ്ശനോട് ജയൻ അന്നേരം പറഞ്ഞു. നവ്യയുടെ തോന്നിവാസമൊക്കെ കണ്ട് കലി തുള്ളി ഇങ്ങനെ ഇരിക്കുക മുത്തശ്ശൻ. അപ്പോൾ ഇപ്പോൾ അഭിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് നീയാണ് മോനെ എന്ന് ജയൻ പറയുക കേട്ടോ. ഇതൊക്കെ ഈ കുടുംബത്തിലുള്ളവരെ മാനസികമായി തകർക്കാൻ വേണ്ടി എതിരാളികൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന കാര്യം മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. അവിടെയാണ് മോനെ ഞാൻ നിന്നോട് പറഞ്ഞത്, നമ്മുടെ മുന്നിലുള്ള ശത്രു അത് നിസ്സാരക്കാരനല്ല എന്ന്. ഈ കുടുംബത്തെ പറ്റി A to Z കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നതെന്ന കാര്യവും മുത്തശ്ശൻ പറയാം. അപ്പോൾ ഇതിന് പിന്നിൽ അബിക്ക് എന്തെങ്കിലും പങ്കുണ്ടാവുമെന്ന് ചോദിക്കുമ്പം അത് ഉറപ്പല്ലേ, അവൻ സൈലൻ്റായിട്ട് നിന്നിട്ട് AM ജ്വല്ലറിയെ സഹായിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ഇപ്പോൾ അതേപ്പറ്റിയൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നിൻ്റെ യാത്രയുടെ അവസാനം ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് മുത്തശ്ശൻ ആദർശനോട് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ തകർച്ച ഇനി എതിരാളികൾ ഒരു ആയുധമാക്കി മാറ്റാൻ പാടില്ല എന്നും പറയുന്നു. ഈ ഡീല് നമ്മുടെ കൈവിട്ട് പോവില്ല മുത്തശ്ശ, എനിക്ക് ആ ഉറപ്പുണ്ട് എന്ന് ആദർശ് പറയണു. അപ്പോൾ 5 വർഷത്തെ എഗ്രിമെൻ്റാണ് അവരുമായിട്ട് നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നതെന്നും അത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചലനം അത് ചെറുതൊന്നും അല്ല എന്നും മുത്തശ്ശനോട് നമ്മുടെ ജയൻ ഇങ്ങനെ ഇരുന്ന് ആദർശനോട് പറഞ്ഞു. അപ്പോൾ വിട്ടുപോയ ഇൻവെസ്റ്റേഴ്സൊക്കെ തിരിച്ചു വരുമെന്ന കാര്യം പറയണു ജയൻ. അങ്ങനെ വന്നാൽ തന്നെ ഇപ്പം നമുക്കുണ്ടായ ചെറിയ തളർച്ചയെ അതിജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ ആദർശേ എന്ന് അജയനും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടി തന്നെ ഞാൻ പോകുന്നത്. പണിക്കൂലിയൊക്കെ കുറച്ച് ഇവിടുത്തെ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി നമ്മുടെ എതിരാളികൾക്ക് കഴിഞ്ഞു. പക്ഷേ ഇതുപോലെയുള്ള വലിയ വലിയ ഡീലുകളൊക്കെ നടക്കുമ്പോൾ അവർ നോക്കുന്നത് പണത്തിൻ്റെ മൂല്യം എന്നത് മാത്രമല്ല, മറിച്ച് സ്വർണത്തിൻ്റെ മൂല്യം കൂടി ആയിരിക്കും എന്ന് ആദർശം ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നീ വിജയിക്കാൻ വേണ്ടി ഞാനും നിൻ്റെ മുത്തശ്ശിയൊക്കെ ഇത്രത്തോളം പ്രാർത്ഥനകൾ നടത്തുന്നതെന്നും ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നല്ല, പക്ഷേ ഇതുപോലൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കടന്നു പോയിട്ടില്ല എന്ന കാര്യവും മുത്തശ്ശൻ പറയാം.
അതിൻ്റെ ഒരു സംഘർഷം ഈ വീട്ടിലുള്ള ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ടെന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ഇവർക്ക് ഭയങ്കര വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിനോടൊപ്പം തന്നെ നീ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ കുടുംബത്തിലും ഈ കൂട്ടത്തിലും ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ഒരു വീട്ടിൽ തന്നെ 2 ചേരിയിലുള്ളവരാണ് ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ പുറത്തത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മുത്തശ്ശൻ ഇവരോട് പറയണം. പിന്നെ ആരോ ഒരാൾ നമ്മുടെ നിഴലായി കുറേ നാളായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്നും അവർ കാണിക്കുന്ന പണികളാണിത് മൊത്തമൊന്നും മുത്തശ്ശൻ പറഞ്ഞു. അയാൾ തന്നെയാണ് AN ജ്വല്ലറി എന്നുള്ള പേരിൽ ഒരു സ്വർണ്ണ ബിസിനസ് തുടങ്ങിയിട്ടുള്ളതെന്ന കാര്യവും പറഞ്ഞു. അതിന് ഈ പറയുന്ന ഡേവിസ് ആകണമെന്നൊന്നും ഒരു ഇതുമില്ല. ഈ ഡേവിസ് എന്ന് പറയുന്ന പുള്ളി ഒരു ബിനാമി ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ, ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരുപാട് നമ്മൾ കടന്നു പോന്നിട്ടുണ്ടല്ലോ മുത്തശ്ശ. പെട്ടെന്ന് കുതിച്ചുയർന്നവരൊക്കെ തളർന്ന് വീണിട്ടല്ലേ ഉള്ളൂ ഈ മേഖലയിൽ. പിന്നെ ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് ആദർശൻ മുത്തശ്ശനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. അതും പറഞ്ഞ് ആദർശ് അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പം അവൻ കോൺഫിഡൻ്റ് ആണച്ചാ. അപ്പോൾ അവന് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയെന്ന് മുത്തശ്ശൻ. വലിയൊരാപത്ത് മുന്നിലുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്നും മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറയുക. അങ്ങനെ മുത്തശ്ശനും ആ പേടി അവതരിപ്പിക്കവരുടെ മുന്നിൽ. അതവൻ്റെ ദുബായ് യാത്ര കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആശങ്കയാണെന്നും അവിടെ അവൻ 100% ആത്മവിശ്വാസത്തോടുകൂടെ വേണം ഫ്ലൈറ്റ് കയറാനെന്നുള്ള കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ മക്കളോട് 2 പേരോടുമായിട്ട് പറയുക. ഒരിക്കലും തല താഴ്ത്തി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള അവസ്ഥ അവനുണ്ടാകാൻ പാടില്ല എന്നും അങ്ങനെ സംഭവിച്ചാൽ അടുത്ത നമ്മുടെ മീറ്റിങ്ങിൽ കമ്പനിക്കായി അകത്തുള്ളവർ തന്നെ നമ്മളെ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. അതിനുള്ള അധികാരം നമ്മൾ അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ എന്നും മുത്തശ്ശൻ ഇങ്ങനെ പറയാം. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥനയെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന നവീനയാണ്. അപ്പോൾ നവീനാണെങ്കിൽ അവിടെ നിന്ന് നന്ദുവിനെ പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നന്ദുവിനെ ഫോണിൽ വിളിക്കുവാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ നവീൻ വിളിച്ചപ്പോൾ അനിയാണല്ലോ, അനിയായിരിക്കും എന്ന് ഓർത്ത് ചാടി അങ്ങ് എടുത്തു. പക്ഷെ നോക്കിയപ്പോൾ നവീനേട്ടനാണല്ലോ. ഹലോ നവീനേട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോൺ എടുത്തു കേട്ടോ. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ എടുത്തല്ലോ. നന്ദു, പിന്നെ ഞാനൊരു കേസ് പഠിച്ച് ബോറടിച്ചപ്പോൾ വെറുതെ വിളിച്ചതാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാനും ഇവിടെ ബോറടിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറയാം. വിളിച്ചത് എന്തായാലും നന്നായെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നന്ദുവിൻ്റെ ആ ഒരു കാലൊടിച്ച ആ ഒരു കാര്യവും പിന്നെ ആ ഗുണ്ടകളെ പറ്റിയൊക്കെ നവീൻ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അവർക്കുള്ള കേസാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നന്ദു ചോദിച്ചു. ഇല്ല, നിൻ്റെ സ്റ്റേഷൻ പരിധിയിലല്ല ഇപ്പോൾ ആ കേസ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യാം കേട്ടോ എന്ന് നന്ദു നവീനോട് പറഞ്ഞു. പിന്നെ നവീനേട്ടൻ എനിക്ക് വേണ്ടി 1-2 കേസൊക്കെ ഏറ്റെടുത്ത് വിജയിപ്പിച്ചതായതുകൊണ്ട് എനിക്ക് സഹായിക്കോ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം ഇനിയിപ്പോൾ നിൻ്റെ കെയർ ഓഫിൽ എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ അത് മറ്റാരെയും ഏൽപ്പിച്ചേക്കരുത്, അത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം കേട്ടോ എന്ന് നവീൻ പറയാം. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ കല്യാണം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്ന പെങ്കൊച്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ നന്ദു നമ്മുടെ നവീനോട് ചോദിച്ചു. അല്ല, എൻ്റെ സഹായം എന്തിനാ? നവീനേട്ടൻ കണ്ടുവച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ ആ ഒരു തന്നെ പോരെന്ന് ചോദിക്കുമ്പം ഇപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലല്ലോ. മാത്രമല്ല അവളിപ്പോൾ വെറും ഒരു പോലീസ് ഓഫീസറാണ്. നാളെ അവളെ ഞാനൊരു ഗൃഹനാഥയാക്കാനുള്ള ശ്രമത്തിലാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം ആ ഒരു ഇതെല്ലാം പറയുവാണ്. അങ്ങനെ നമ്മുടെ നവീനും നന്ദുവും കൂടി കുറേ സംസാരിച്ചു. അപ്പോൾ എന്താ ശരി, കേസൊക്കെ പഠിച്ചിട്ട് കിടക്കുമ്പോൾ ഒത്തിരി രാത്രിയാകും, പിന്നെ എഴുന്നേൽക്കുമ്പോഴും വൈകും. എന്നാൽ പിന്നെ ശരി എന്നാൽ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നവീൻ എന്നിട്ട് അവിടെ നിന്ന് സ്വപ്നം കാണുവാണ്. അപ്പോൾ സംസാരിച്ച് അവളുമായിട്ടുള്ള ബന്ധം അങ്ങ് ദൃഢമാക്കണം. അതിനുശേഷം അവൾ ഇഷ്ടമാണെന്ന് എനിക്ക് പറയണം. എന്നിട്ട് അവളെ പ്രേമിക്കണം. പിന്നെ കല്യാണമൊക്കെ അങ്ങ് മുറ പോലെ നടന്നോളും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് പിന്നെ നന്ദു അവിടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കനക പതുക്കെ പമ്മി അങ്ങോട്ടേക്ക് വരുവാണേ, ആരെ വിളിക്കുക എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ നീ ആരോടാടി ഇപ്പോൾ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇതാ നോക്കുമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് നന്ദു കൊടുത്തു. അപ്പോൾ കനക ഫോൺ മേടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ നവീനാണോ വിളിച്ചേ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ചിരി. ഇപ്പം നവീൻ മോൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട് അല്ലേന്ന് ചോദിക്കുമ്പം ഇനി നവീനേട്ടനും വിളിക്കണ്ടേ എന്ന് നന്ദു ചോദിക്കുമ്പം അയ്യോ നവീൻ മോൻ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് കനക നന്ദുവിനോട്. അല്ല നിങ്ങൾ പിന്നെ വക്കീലും പോലീസൊക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണുമല്ലോ. പക്ഷേ അനിയെ രാത്രിയിലൊന്നും വിളിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ എനിക്ക്. അപ്പോൾ പകൽ വിളിക്കാവോ എന്ന് നന്ദു ചോദിക്കുമ്പം ആ പകൽ നീ വിളിക്കണ്ട. പിന്നെ അന്നൊരു ദിവസം മതിൽ ചാടി വന്നത് അനിയാണോ എന്ന് ഇപ്പോഴും ഗോവിന്ദേട്ടൻ എനിക്കും സംശയമുണ്ട് എന്ന് കനക നന്ദുവിനോട് പറയുക. നയനമോൾക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. പിന്നെ
അല്ലെങ്കിൽ ഒരു എസ്ഐയുടെ വീട്ടിലേക്ക് ഇത്ര ധൈര്യത്തോടെ കള്ളന്മാരൊക്കെ വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ അമ്മേ, എനിക്ക് ഒരുപാട് ശത്രുക്കളില്ലേ, എന്നെ കുറേ നാൾ കിടത്തിയതും അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയല്ലേ എന്ന് ചോദിച്ചു നന്ദു. അവരായാൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഞങ്ങൾ സംശയിക്കുന്നത് പോലെ അനിയാണ് മതിൽ ചാടി വന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് കനക നന്ദുവിനോട് പറയുക. എന്നിട്ട് അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രശ്നത്തോട് പ്രശ്നമാണ്. അതിനിടയിൽ അങ്ങനെ ഒരു തലവേദന കൂടി ഞങ്ങൾക്കുണ്ടാക്കി തന്നേക്കരുത് കേട്ടോ, പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ച് ഫോണും കൊടുത്തിട്ട് കനക അവിടെ നിന്ന് പോയി. എൻ്റെ പൊന്നോന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജ പണിയെടുത്ത് നടുവൊടിഞ്ഞ് കയറി വരിക. നോക്കടാ, എൻ്റെ കോലം നോക്കടാ, ഞാനങ്ങ് കറുത്ത് പോയി, തീയും പുകയൊക്കെ കൊണ്ടെന്നും പറഞ്ഞ് ജലജ വന്ന് അബിയോട് പറയുമ്പോൾ തീയും പുകയും കാണാൻ ഇത് ഗ്യാസ് അടുപ്പല്ലേ, അല്ലാതെ വിറകടുപ്പൊന്നും അല്ലല്ലോ, പിന്നെ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചു. എടാ, സ്റ്റൗ ആണെങ്കിൽ അതിന് ചൂടില്ലേടാന്ന് ചോദിച്ചു അമ്മ മോനോട്. അവിടെ ഇരുന്ന് വിയർത്ത് കോലം കെട്ടുമെന്നൊക്കെ പറയുമ്പം ഈ കോലം നന്നാക്കിയിട്ട് എന്താ അമ്മ വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണോ എന്ന് അബി. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ നീയാ. ചുവന്ന് തുടുത്തിരുന്ന മുഖമാണ് ഇത്. ഇപ്പോൾ വാടി കരിഞ്ഞു പോയെന്നൊക്കെ പറയുമ്പം എൻ്റെ അവസ്ഥയും അതൊക്കെ തന്നെയാണ്. മാനസിക സംഘർഷം കാരണം ഞാനും കോലം കെട്ടും. നിന്റെ കോലം കെടുകയല്ല വേണ്ടത്, നിന്നെ കൊല്ലുക വേണ്ടതെന്ന് ജലജ നേരം അഭിയോട് പറയണു. നീ ജനിച്ചതിൽ പിന്നെ എനിക്ക് ഇതുപോലുള്ള അവസ്ഥകളൊന്നും ഉണ്ടായിട്ടില്ലടാ, അത് അമ്മയുടെ ഭാഗ്യം കൊണ്ടാ അമ്മേ. അമ്മയും മുത്തശ്ശിയും കൂടെ ദത്തെടുത്തില്ലായിരുന്നെങ്കിലേ അമ്മ ഇന്ന് എവിടെയെങ്കിലും പാത്രം കഴുകി ജീവിച്ചേനെ എന്ന് പറയണു. എടാ, അങ്ങനെയുള്ള എനിക്ക് ജനിച്ച നീയേ ആദർശിന് അനിയൻ പോലെ അല്ലേടാ ഇവിടെ കഴിഞ്ഞത് എന്ന് ജലജ അന്നേരം ചോദിച്ചു. നീ നേരെ ചുവേ നടന്നിരുന്നെങ്കിലേ എനിക്കിങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ എന്നും ജലജ അഭിയോട് ചോദിക്കണം. ആദ്യം ആദർശ് കെട്ടാനായിരുന്ന പെണ്ണിനെ പ്രേമിച്ച് അവളെയും വിളിച്ചുകൊണ്ട് വന്നു. അതിനു മുൻപ് അനഘ എന്ന് ഒരുത്തിയെ സ്നേഹിച്ചിട്ട് അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു. ഈ ചന്തമോളും അനന്തനും അല്ലാതെ വേറെ ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോടാ നിനക്ക്? മറ്റേതെങ്കിലും പെൺകുട്ടികൾ നീ അതുപോലെ വഴിയാതാരാക്കിയിട്ടുണ്ടോടാ എന്ന് ചോദിച്ചാൽ അമ്മയും മോനും കൂടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് കേട്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് വരുക കേട്ടോ. അപ്പം കാണും എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി വന്ന് രംഗത്ത് നിൽക്കുമ്പോഴത്തേക്കും രണ്ടും ഞെട്ടിപ്പോയി. അപ്പോഴാണ് ദേവയാനി ഇവർ രണ്ടുപേരും കാണുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ ഇവൻ പെൺകുട്ടികൾക്ക് പ്രേമലേഖനമൊക്കെ കൊടുക്കുമായിരുന്നു എന്ന് ദേവയാനി അന്നേരം പറയുക. അപ്പോഴേ അറിയാലോ, അതിൻ്റെ പേരിൽ ഇവനെ പുറത്താക്കിയതും ഇവൻ്റെ മുത്തശ്ശൻ ഇവനെ അന്തരീക്ഷത്തിൽ നിർത്തിയതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞൊക്കെ രണ്ടും. അന്നു മുതൽ ഇന്ന് വരെ ഇവൻ്റെ ഏട്ടനെ അനുകരിക്കാനേ ശ്രമിച്ചിട്ടില്ല എന്നും ഇവൻ്റെ തോന്നിവാസമാണ് ഇവൻ ചെയ്യുന്നതും തന്നിഷ്ടത്തിനാണ് ഇവൻ്റെ സഞ്ചാരം വരെ എന്ന കാര്യങ്ങളൊക്കെ ദേവയാനി ഇങ്ങനെ പറയാപ്പോഴല്ലോ അപ്പം ഇങ്ങനെ തുറച്ചു നോക്കുക. അതിനൊക്കെ നിൻ്റെ കൂട്ടും ഉണ്ടായിരുന്നു, ഇല്ലെന്ന് നിനക്ക് പറയാവോ എന്ന് ചോദിച്ചു. അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ വന്നതേ വേറൊരു കാര്യം പറയാനാന്ന് പറഞ്ഞു. നാളെ ആദർശ് മുംബൈയിലേക്ക് പോകുന്ന ദിവസമായിട്ട് ഇവിടെ വലിയൊരു പൂജ നടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് പൂജാമുറിയും വീടിൻ്റെ അകമൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കണമെന്നും ദേവയാനി പറയണം. അതുമാത്രമല്ല, നാളെ രാവിലെ 3 മണിക്ക് രണ്ടുപേരും എഴുന്നേറ്റ് മുറ്റവും പരിസരവും ഒക്കെ തൂത്ത് വൃത്തിയാക്കുകയും വേണമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക രണ്ടുപേരും കൂടി. നീ അതുപോലെ തന്നെ ചെടികളൊക്കെ നന്നായി നനയ്ക്കാൻ വേണം, നല്ല വെയിലാ, ഒന്നും വാടിക്കരിഞ്ഞ് പോകാനും പാടില്ല എന്ന് പറയുമ്പം അല്ല എന്തിനാ അമ്മായി ഞങ്ങളെ ഇങ്ങനെയിട്ട് ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ചു അബി. നിന്നെയൊന്നും ഇനി ഞാൻ ശിക്ഷിച്ചില്ലല്ലോ, നീ ചെയ്ത പ്രവർത്തിക്ക് നിന്നെ തൂക്കിക്കൊല്ലേണ്ടതല്ലേടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അനഘ എന്ന പെണ്ണിനെ ഇവള് പറഞ്ഞതുപോലെ നീ വഴിയാധാരമാക്കിയില്ലേടാന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങളെ ഭയന്നിട്ട് നീ ചന്തമോളെ ഇടയ്ക്കൊന്ന് നോക്കുന്നു എന്നുള്ളതല്ലാതെ നിനക്ക് ആ കുഞ്ഞിനോട് യാതൊരു സ്നേഹവും ഇല്ലല്ലോടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ അബി നാലുപാട് നോക്കുക. നവ്യ വരുന്നുണ്ടോ എന്ന്. എന്നിട്ടും മതി വരാതെ നീ അനക്കെ കൊല്ലാൻ നോക്കിയില്ലാന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനോ എന്നും ചോദിച്ച് നിൽക്കുമ്പം നീ മിണ്ടിപ്പോകരുത്. ജലജ അന്നേരം ഇങ്ങനെ തൂറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. അമ്മയുടെ മുന്നിലിട്ടേ മകനെ കൊല്ലേണ്ടതാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളോട് ജലജ ഒരു തലതട്ടിയിലും നിൽപ്പും ഒക്കെ. അതിന് പകരം ഞങ്ങൾ ഇത്രയ്ക്കൊക്കെ മാത്രമല്ലേടാ ചെയ്യുന്നുള്ളൂ എന്നും ചോദിച്ചു. എടി, ഇത്രയും പ്രായമായിട്ടും നന്നാവാത്ത ഇവന് ഒരു ദിവസം സ്നേഹത്തോടെ നീ ഭക്ഷണം കൊടുക്കണം, പക്ഷേ അതിൽ കുറച്ച് വിഷവും കൂടി കലർത്തി വേണം കൊടുക്കാനെന്ന് പറയുന്നു. ആ സമയത്ത് നമ്മുടെ ദേവയാനി ഇതും പറഞ്ഞങ്ങ് പോയപ്പോഴത്തേക്ക് എടി എന്നും പറഞ്ഞുകൊണ്ട് ജലജ അടിക്കാനായിട്ട് കയ്യോങ്ങി അങ്ങ് ചെല്ലും ദേവയാനി തിരിയോ ഒരുമിച്ചായിരുന്നു. എന്താടി നീ ഇപ്പോൾ കാണിച്ചതെന്ന് ദേവയാനി ജലജോട് ചോദിച്ചു. അപ്പം ഞാനൊന്നും കാണിച്ചില്ല എന്ന് ജലജ. എനിക്കറിയാം നിനക്ക് എന്നെ തല്ലാനും കൊല്ലാനും ഉള്ള ദേഷ്യം ഉണ്ടെന്ന്, അതൊക്കെ നിന്റെ മനസ്സിലങ്ങ് വെച്ചാൽ മതി കേട്ടല്ലോ എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇങ്ങ് പോയി. ദേവയാനി പോയി കഴിഞ്ഞപ്പോൾ നോക്കടാ പോയെന്ന് നോക്ക്, ചിലപ്പോഴേ മറിഞ്ഞ് നിൽക്കും എന്ന് ജലജ അബിയോട് പറയാം. അപ്പോൾ അബി ഓടിപ്പോയി നോക്കുക മറിഞ്ഞ് നിൽപ്പുണ്ടോ എന്ന് അറിയാനായിട്ട്. പോയമ്മേ പോയി എന്നും പറഞ്ഞ് ജലജയോട് അബി. ഇന്ന് കറികളിൽ മുട്ടയാക്കിയത് എന്തുകൊണ്ട് നന്നായി, അതുകൊണ്ട് അവളുമാരുടെ പ്രാർത്ഥന ഒന്നും ഫലിക്കില്ലല്ലോ. അതിന് നന്നായി കഴിച്ചില്ലല്ലോ, അവർ ഫ്രൂട്ട്സ് മാത്രമല്ലേ കഴിച്ചോളൂ എന്ന് ചോദിക്കുമ്പം എന്തായാലും ബാക്കിയുള്ളവരൊക്കെ കഴിച്ചല്ലോ, സമാധാനം. പോയവരുടെ മകൻ തോറ്റ് തൊപ്പിയിട്ട് വരണം, ആ ഡീൽ അവന് കിട്ടാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജലജ പറയുക. മൂർത്തീസ് ജ്വല്ലറി തകർന്ന് തരിപ്പണമാകണം. ഇപ്പം നമുക്ക് പ്രയോജനമുള്ളത് AN ജ്വല്ലറി കൊണ്ടല്ലേടാ, അപ്പോൾ അവർ നന്നാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ജലജ അഭിയോട് പറയണു.
എനിക്കും അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ഉള്ളത് നബി അന്നേരം അമ്മയോട്. രണ്ടും കൂടി എന്നിട്ട് AN ജ്വല്ലറിക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടുമായിട്ട് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നന്ദുവിനെ അനി വിളിക്കുക കേട്ടോ. അപ്പോൾ നീയോ ഇപ്പോൾ ദേ നവീൻ ചേട്ടൻ വിളിച്ച് വെച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവനെന്തിനാ ഇപ്പോൾ വിളിച്ചത്? അല്ല അവൻ ഈ രാത്രിയൊക്കെ എന്തിനാണ് വിളിക്കുന്നത്? അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നവീനേട്ടൻ എന്നെ വിളിക്കാവല്ലോ, അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോടാ, ഞങ്ങളിപ്പോൾ നല്ല ഫ്രണ്ട്സ് അല്ലേടാ എന്നൊക്കെ നന്ദു ഇങ്ങനെ അനിയോട് ചോദിക്കുക. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് നിൻ്റെ കേസും മറ്റു 2 കേസും കഴിഞ്ഞതോടെ ഞങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ടടാ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. എന്ന് പറഞ്ഞ് നിൽക്കുക. അന്നേരം എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിന് മിണ്ടാതിരുന്നപ്പോൾ ഹലോ എന്താടാ നീ ഒന്നും മിണ്ടാത്തേ എന്ന് ചോദിച്ചു നന്ദു. ഒന്നുമില്ല. ആണുങ്ങളുടെ സംശയവും ഈ വൃത്തികെട്ട ഈഗോയും ഒക്കെ നിനക്കും ഉണ്ടോടാ എന്നൊക്കെ നന്ദു അന്നേരം ചോദിച്ചു. അപ്പോൾ എനിക്കങ്ങനെയൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് നയനേച്ചിയെ വിളിച്ചിരുന്നു, എല്ലാവരും വലിയ ടെൻഷനിലാണല്ലോടാ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുമ്പോൾ അതെ, കാര്യങ്ങൾ കുറച്ച് കുഴപ്പത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുക കേട്ടോ. ഇവിടെ ആദർശേട്ടന് ചെറിയൊരു പരാജയം സംഭവിച്ചാൽ അത് കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെയൊക്കെ മൊത്തത്തിൽ താളം തെറ്റിക്കോടി എന്നും പറഞ്ഞ് അനി നന്ദുവിനോട് പറഞ്ഞു കൊടുക്കുന്നു. ദുബായിലെ കാര്യമൊക്കെ നീ അറിഞ്ഞതാണല്ലോ, അത് തന്നെ കമ്പനിക്കുണ്ടാക്കിയ നഷ്ടം കോടികളാണെന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നീയാണ് മുംബൈക്ക് പോകുന്നതെങ്കിൽ ഞാൻ ശരിക്കും ഭയന്നേനേന്ന കാര്യം നന്ദു അന്നേരം ഈ അനിയോട് പറഞ്ഞു. ഇത് ആദർശേട്ടനായതുകൊണ്ട് എനിക്കത്ര ഭയമൊന്നുമില്ല എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുക. പിന്നെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം എല്ലാം ഈ ഒരു ഒറ്റ ഡീലോടെ ആദർശേട്ടൻ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അങ്ങനെ തന്നെ സംഭവിക്കട്ടേടി, അതിനുവേണ്ടി നീയൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അനി. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എൻ്റെ ദൈവമേ, ബിസിനസ്സും വീട്ടിലെ പ്രശ്നങ്ങളും സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കാര്യം ഓർത്തിട്ട് തലയ്ക്ക് വട്ട് പിടിക്കുന്ന അവസ്ഥ എനിക്കെന്ന് പറഞ്ഞാൽ അനി ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അബിയും നവ്യയും റൂമിൽ കിടക്കാനായിട്ട് വന്നു. അബി അന്നേരം ബെഡൊക്കെ വിരിക്കുന്നു. നീ ആകെ ബിസിയാണല്ലേ എന്ന് നവ്യ ചോദിച്ചു. എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കല്ലേ, പിന്നെ നിനക്ക് വേണ്ടി ഇത് ചെയ്യുന്നതിന് എന്താ കുഴപ്പമെന്ന് അബി അന്നേരം ചോദിച്ചു. എടാ ഇതിൻ്റെ പരസ്യം കണ്ടായിരുന്നോ? അതെന്തൊരു ചോദ്യം അടി, അടിപൊളി പരസ്യമല്ലായിരുന്നു അത്, നീ ഒരു വലിയ സംഭവമാകാൻ പോവും അടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാത്രമേ ഒരു വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നത് ശരിയാണോടാ? അല്ലല്ലോ, നമുക്കും ഒരു ജീവിതമൊക്കെ വേണ്ടേ? ഞാൻ ഡേവിഡ് സാറിനോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കാര്യം. പിന്നെ അദ്ദേഹം മിക്കവാറും നിനക്ക് വേണ്ടി നല്ലൊരു പോസ്റ്റ് ഒഴിച്ചിടാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പം നിൻ്റെ ഡേവിഡ് സാറിനെ എനിക്കിതുവരെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് അബി. അങ്ങേരാണോ ഇനി എന്നെ ഗൾഫിൽ നിന്ന് വിളിച്ച് ഒരു അച്ചാരനെ എനിക്ക് ചാരൻ എന്നുള്ള സംശയം എനിക്കുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് അയാൾ എന്നെ വിളിച്ചതും സംസാരിച്ചതും ഡീൽ ഉറപ്പിച്ചതും ഒക്കെ. അതിന് മുന്നേ തന്നെ നിന്നെ അവർ മോഡലായി കണ്ടുവച്ചിരുന്നു എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പരസ്യം ചെയ്തിട്ടുണ്ടല്ലോടാ, അത് അറിഞ്ഞിട്ടാണ് അവരെന്നെ വിളിച്ചതെന്ന് നവ്യ. പിന്നെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തായിരുന്നല്ലോ, ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ചോദിച്ചായിരുന്നു. മൂർത്തി ജ്വല്ലറിയുടെ മോഡലാണെന്ന് അന്നേരം വെച്ചത്. പിന്നെ ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് അനന്തപുരിയിലെ മരുമകളാണെന്ന് അറിഞ്ഞത് അതെനിക്ക് ഗുണം ചെയ്യുകയും ചെയ്തു എന്ന് വലിയ ഇതായിട്ട് നവ്യ പറയുന്നു. ഇപ്പം ഞാൻ അവിടുത്തെ ഒരു താരവാടാ. പിന്നെ മൂർത്തി ജ്വല്ലറി താഴോട്ട് പോകും തോറും എൻ്റെ ഡിമാൻഡ് ഉയരുമെന്ന് നവ്യ പറയുന്നു അഭിയോട്. അവിടെ പിന്നെ എൻ്റെ ആവശ്യങ്ങൾ എന്തായാലും ഇവർ പരിഗണിക്കാതിരിക്കില്ല. എന്നാലും ഡേവിഡ് സാറിനെ എനിക്കൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞപ്പം ഇടയ്ക്ക് ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, അപ്പോൾ തിരക്ക് കാരണം പിന്നീടാക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ അമേരിക്കൻ കമ്പനിയായിട്ട് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടേ സാറ് പോകുന്നെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പം അത് പിന്നെ പോവാതിരിക്കുവോ? മൂർത്തി ജ്വല്ലറി എങ്ങനെയെങ്കിലും തറ പറ്റിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ അവർ നിന്നെ തന്നെ മോഡലാക്കിയത്. അപ്പോൾ പിന്നെ അവരങ്ങനെ ചെയ്യില്ലേ? എന്തായാലും മോഡൽ രംഗത്ത് നിന്നേക്കാളൊക്കെ നല്ല ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു, അവിടെ ഒന്നും അവരെ തിരഞ്ഞെടുക്കാതെ നിന്നെ തിരഞ്ഞെടുത്തില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നവിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. ഇവിടെ പക്ഷേ അവർ നിന്നൊരു തുറുപ്പുചീട്ടായിട്ട് എടുത്തിരിക്കുന്നത് നീ അനന്തപുരിയിലെ മരുമകളായതുകൊണ്ട് തന്നെയാണെന്ന കാര്യം അഭി പറയുക കേട്ടോ. ഈ കുടുംബത്തിന് ഡേവിഡ് സാറിന് എന്തൊക്കെയോ വൈരാഗ്യങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ സംശയമുണ്ടെന്നും പറഞ്ഞു. ഈ പറയുന്ന ഡേവിഡ് സാറ് പണ്ടെങ്ങാനും മൂർത്തി ജ്വല്ലറിയിലെ സ്റ്റാഫ് ആയിരുന്നോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ ഞെട്ടി. അത് ചിലപ്പോൾ എന്നെ പറഞ്ഞു വിട്ടതുപോലെ അങ്ങേരെയും പറഞ്ഞു വിട്ടതായിരിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ നവ്യയ്ക്ക് ഭയങ്കര സംശയം. ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ കയറ്റിയതും ആയിരിക്കും. വൈരാഗ്യമാണോ അയാൾ തീർക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് അഭി നവ്യയോട് കഥകളൊക്കെ ഇരുന്ന് വിളമ്പുന്നിടത്ത് നിന്നിട്ട് നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. കെയർ ബൈ ടാറ്റാ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവർക്കും നന്ദി.